ഹായ് മക്കളെ, വെൽക്കം ടു സൈലം. ഇറ്റ്സ് മീ അബ്ദുല്ല ബക്കർ. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രം കാണേണ്ടതല്ല, കുടുംബങ്ങൾ, വ്യത്യസ്ത തരം കുടുംബങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും, നമ്മളിപ്പോൾ എല്ലാ ആളുകളും ഓരോ കുടുംബത്തിന്റെ ഭാഗമാണ് അല്ലേ. നമ്മൾ ജനിച്ചത് തൊട്ടേ ഒരു കുടുംബത്തിന്റെ ഭാഗമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആരാണ്, നമ്മുടെ കുടുംബമാണ്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ എന്തുണ്ടാകും, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അതേസമയം തന്നെ നിങ്ങളിപ്പോൾ ഒരു കുടുംബത്തിലൊരു കല്യാണ വീട്ടിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, ഒരു ചടങ്ങിലേക്കൊക്കെ പോകുന്ന സമയത്ത് പല ആളുകളും വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കും. അറിയോ മക്കളെ, സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ആ സമയത്ത് നിങ്ങളൊന്ന് തലയാട്ടി വിടും, അല്ലെങ്കിൽ നിങ്ങൾ ആ സുഖമാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കും, ആരാപ്പോൾ വന്നത്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ കുറച്ച് ആളുകളെ കുറിച്ച് മാത്രമേ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഒരു ധാരണ ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ, ഇങ്ങനെ വളരെ അടുത്ത ആളുകളെ കുറിച്ച് മാത്രമേ നമുക്ക് എന്തുണ്ടാവുന്നുള്ളൂ, ധാരണകൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആ ധാരണകളെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ആളുകൾ, നമുക്ക് മുമ്പേ പോയിരുന്ന ആളുകൾ, നമ്മുടെ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന 5ാം ക്ലാസ്സിന്റെ ചാപ്റ്ററിൽ നമുക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ കാണാൻ പറ്റും. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണി അമ്മ, അമ്മമ്മ പാറുക്കുട്ടി അമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം എന്നാണ് ആര് പറയുന്നത്, കുഞ്ഞുണ്ണി മാസ്റ്റർ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ തന്നെ നമ്മുടെ അറിവിൻ്റെ വലിപ്പവും വളരെ പരിമിതമാണ് അല്ലേ. നമുക്ക് നമ്മുടെ അച്ഛനെ കുറിച്ച് അറിയാം, അമ്മയുടെ പേരറിയാം, സഹോദരങ്ങളുടെ പേരറിയാം, മുത്തച്ഛൻ്റെ പേരറിയാം, അമ്മാവൻ്റെ പേരൊക്കെ അറിയാം. പക്ഷെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ അറിയാൻ നമ്മൾ ട്രൈ ചെയ്യാറുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടപ്പെട്ടവരാരാണോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരാരാണോ അവരെ കുറിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ, അറിയാൻ ശ്രമിക്കാറുള്ളൂ അല്ല. പക്ഷെ നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ വലിയ ഒരു സംഭവമായിരിക്കും അല്ലെ. പല ആളുകളും പല തലമുറകളൊക്കെ കഴിഞ്ഞു പോയ ഒന്നായിരിക്കും നമ്മുടെ കുടുംബം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, അറിയാൻ ശ്രമിക്കാറില്ല. പക്ഷെ ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആകെ സംശയിച്ചു നിൽക്കും. ആരൊക്കെ ആയിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പേരെന്താണ്. ചില മക്കൾക്കൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ചും ചരിത്രം പഠിക്കാൻ താല്പര്യമുള്ള മക്കൾക്ക് എന്തുണ്ടാവും, ഒരു ജിജ്ഞാസ ഉണ്ടാവും അല്ലെ. നമുക്ക് മുമ്പേ പോയിരുന്നവർ ആരൊക്കെയാണ്, അവരെ കുറിച്ചൊക്കെ അറിയണം എന്നുള്ള താല്പര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനോട് ചോദിക്കാം, മുത്തച്ഛനോട് ചോദിക്കാം, നിങ്ങളുടെ മുത്തച്ഛൻ്റെ പേരെന്താണ്. അങ്ങനെ നമുക്ക് നമ്മുടെ അറിവ് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, വലിപ്പം കൂട്ടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 3 തരത്തിലുള്ള കുടുംബത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഓരോ മക്കളും ഓരോ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ചില വീട്ടിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, സഹോദരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില വീട്ടിലാണെങ്കിൽ എന്തുണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മാവനുണ്ടാവും, അല്ലെങ്കിൽ വലിയച്ഛനുണ്ടാവും, മുത്തശ്ശൻ, ഇങ്ങനെയൊക്കെ ആളുകളൊക്കെ ഉണ്ടാവും. ചില വീടുകളിൽ മുത്തശ്ശനും കുറേ തലമുറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ കുടുംബത്തിലും ഓരോ ഘടനയായിരിക്കും അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സഹോദരങ്ങളും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ തലമുറകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, മുത്തശ്ശനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കുടുംബം, എല്ലാം കുടുംബം തന്നെയാണ്. പക്ഷെ ഈ ഓരോ കുടുംബത്തിനും നമ്മൾ എന്തിട്ട് വിളിക്കുന്നുണ്ട്, ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള കുടുംബം, അതുപോലെ തന്നെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മക്കളും മക്കളുടെ കുടുംബമുള്ള ഒരു കുടുംബം ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ തലമുറകൾ, കൂടുതൽ 3ഓ 4ഓ തലമുറകളുടെ കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഓരോ കുടുംബത്തിനും നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ആ പേരുകൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അണുകുടുംബം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളതാണ്. അപ്പൊ അണുകുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ്, അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള കുടുംബത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അണുകുടുംബം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. പാരന്റ്സും മക്കളും മാത്രമുള്ള കുടുംബം. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റെൻഡഡ് ഫാമിലി അല്ലെങ്കിൽ വിസ്തൃത കുടുംബം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, മക്കളുണ്ടാവും, മക്കളുടെ കുടുംബവും ഉണ്ടാവും എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സ്റ്റെൻഡഡ് ഫാമിലി അല്ലെങ്കിൽ വിസ്തൃത കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തേതാണ് എന്ത്, ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകുടുംബം. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, തറവാടും കുറേ ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള 3ഓ 4ഓ ജനറേഷൻ അല്ലെങ്കിൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ മക്കൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും അല്ലെ, നിങ്ങളെല്ലാവരും എവിടെ നിന്ന് വരുന്നു, നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നു, നമ്മൾ കുടുംബക്കാരെ ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ കുടുംബങ്ങളെ ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ എന്താണ് മക്കളെ, അണുകുടുംബം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ നിങ്ങൾ ഇതിലാണോ, ഈ കുടുംബത്തിന്റെ ഭാഗമാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞതാണ് വിസ്തൃത കുടുംബം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഒന്നിലധികം എന്തുണ്ടാവും, അണുകുടുംബങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എന്തിന്റെ പ്രത്യേകത, ഈ ഒരു വിസ്തൃത കുടുംബത്തിന്റെ പ്രത്യേകത.
മൂന്നാമത് നമ്മൾ പറഞ്ഞതാണ് കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി. ഒന്നിലധികം, രണ്ടിലധികം, മൂന്നിലധികം ജനറേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ തലമുറകളുള്ളതാണ് എന്ത് മക്കളെ ഈ ഒരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി. അപ്പൊ 3 കുടുംബങ്ങളെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് 5ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെ കേട്ടാ എന്താ പറയുക നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഇത് 5ാം ക്ലാസ്സിന് മാത്രമല്ല എല്ലാ മക്കൾക്കും നമ്മൾ ഏത് കുടുംബത്തിന്റെ ഭാഗമാണ് എന്നറിയാൻ എല്ലാ മക്കൾക്കും എന്തുണ്ടാവും, ഒരു കൗതുകം ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാ മക്കൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരുപോലെ തന്നെ ഉപകാരപ്പെടും. അപ്പൊ ഈ വീഡിയോ കാണുന്ന മക്കളൊക്കെ നിങ്ങളെല്ലാം നിങ്ങൾക്ക് ഭക്ഷണവും എല്ലാം തരുന്ന നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ വീഡിയോ കാണുന്ന മക്കളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ഏത് കുടുംബത്തിന്റെ ഭാഗമാണ്? അണുകുടുംബത്തിന്റെ ഭാഗമാണ്, ന്യൂക്ലിയർ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക എക്സ്റ്റെൻഡഡ് ഫാമിലി, അല്ലെങ്കിൽ നമ്മളെ വിസ്തൃത കുടുംബം എന്ന് പറയും, അല്ലെങ്കിൽ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി. ഈ 3 കുടുംബത്തിൽ ഏത് കുടുംബത്തിന്റെ ഭാഗമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.